അപ്പോൾ നമ്മൾ ആ കാണുന്ന തെങ്ങലാണ് കയറാൻ പോകുന്നത്. ചെറിയ തെങ്ങൊന്നും വേറെ ഇല്ലേ, പൊക്കം കൂടിയ തെങ്ങാന്നല്ല, എല്ലാത്തിലും കമ്പി കെട്ടി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഇതൊക്കെ കയറാൻ പോവാണേ. അപ്പോൾ ഇത് വട്ടം കറക്കി എടുക്കണം. എന്നിട്ട് ഇതിനകത്തൂടെ കയറ്റി ഇവിടെ ഒരു സാധനത്തെ കൂടെ കയറ്റി നമ്മളിത് പതുക്കെ ലോക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് പിടിപ്പിച്ച് ഇനി പതുക്കെ ഇതൊന്ന് കയറി നോക്കാം. അപ്പോൾ ചെരുപ്പൊക്കെ ഒന്ന് മാറ്റിയേക്കാം. ഇനി ഈ സാമാനം വേണമല്ലോ വെട്ടുകത്തി. ഇത് എവിടെ ഇടും? വെട്ടുകത്തി എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടണമല്ലോ. വെട്ടുകത്തി ഇടാനായിട്ട് നമ്മളൊരു സ്ഥലം തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഒരു കാലിലോട്ട് വല്ലതും എവിടെയെങ്കിലും കെട്ടി വെക്കുകയും ചെയ്യാം. വെട്ടുകത്തി തൽക്കാലം ഇതൊക്കെ കെട്ടി വെക്കാം. ഒന്ന് കയറി കുരുക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, വെട്ടുകത്തി എടുത്തിട്ടുണ്ട്. അന്നേരം നമ്മൾ ഇനി ഇതിൻ്റെ പതുക്കെ ചവിട്ടി മുറിക്കാൻ കയറി പോവാം. നമ്മൾ കയറി പോകുന്നത് കാണത്തില്ലെന്ന് തോന്നല്ലേ. അപ്പോൾ ഒന്നും വേണ്ട, ഈ പാഴ്മരത്തിൻ്റെ 2 ചില്ലി അങ്ങ് വെട്ടിയേക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചില്ല വെട്ടിക്കളഞ്ഞ് വെട്ടമായി കാണും. അപ്പം നമ്മൾ ഈ സാധനം കൊണ്ട് ഇത്തയിൽ കയറി പോവാം. ഓക്കെ, ഇവിടെ തൂങ്ങി കിടക്കട്ടെ. ഒന്ന് രണ്ട് ഒരെണ്ണത്തെ കയറി ഇറങ്ങി വന്നതായതുകൊണ്ടേ ഇച്ചിരി ക്ഷീണമുണ്ട്.
ഊരി പോവോ? സിമ്പിൾ ലോജിക്കാണ്. നമ്മളിത് ചവിട്ട് മുറുകുമ്പോൾ ഈ ടയറിൻ്റെ പീസയിൽ ഇത് മുറുകുക. അങ്ങനെയാണ് അപ്പോൾ നമ്മളിത് കയറി പോകുന്നത്. അങ്ങനെ മണ്ട എത്തി, ഇവിടെ എത്തി കേട്ടോ. ഇനിയും പോണം. അയ്യോ വിജയോ, ഹോ. മുതലാണ് ചോദിച്ചാൽ നമ്മുടെ ബോഡി വെയിറ്റിനെ താങ്ങാൻ ഇച്ചിരി പാട്. സംഭവം നല്ല സ്റ്റെബിലിറ്റി ഒക്കെയാണ് കേട്ടോ. അല്ല, ഇവിടെ നിന്നിട്ട് പോലും വലിയ കുഴപ്പമില്ല. ഇനി ഓല ഒന്ന് എടുക്കണമെങ്കിൽ അയ്യോ, ഒരു സേഫ്റ്റി ബെൽറ്റ് അത്യാവശ്യമാണ്. നമ്മളിതിലെ ഉടക്കിയിടുന്നത് അത് എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ വാങ്ങേണ്ടതാണ്. ആ വണ്ണമുള്ള കയറ് കെട്ടിയിട്ടല്ലേ മതി അല്ലേ അമ്മച്ചിയാ? ആ, അത് അത്യാവശ്യമാണ്. എന്നാ അറിയോ, അതുണ്ടെങ്കിൽ ഒരു സേഫ്, ഒരു പിടുത്തമുണ്ട്. കണ്ടോ, ഇവിടുന്ന് ഇവിടെ പിടിക്കുമോ? അതെ, പിന്നെ ഒരു ഉടക്കുണ്ട്. ഓക്കെ, തെങ്ങിനൊരു വളമാണ്, അതാണ്. ഞാൻ ഓല എങ്ങനെ പിടിക്കും? അപ്പം നമുക്ക് കുറച്ച് ഇറങ്ങിയിട്ട് കയറാമേ. ഒറ്റയടി കയറിയിട്ടെ എനിക്കൊരു അസ്വസ്ഥതയുള്ളൂ. ഈ തെങ്ങിൻ്റെ ഒക്കെ ഉടക്കേ ആ ഇത് ഒരു ദിവസം വശമാക്കാൻ പറ്റുന്ന പണിയല്ല. ഒരു ദിവസം കൊണ്ട് വശമാക്കാൻ പറ്റിയ പണിയല്ല. രണ്ടു മൂന്ന് പ്രാവശ്യം കൊണ്ടും പഠിക്കുമെന്ന് തോന്നുന്നില്ല. ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാ. എന്നാലും കൊള്ളാം, അത്രയും പൊക്കത്ത് കയറിയിട്ടും വലിയ ബുദ്ധിമുട്ടില്ലാതെ. ഈ തെങ്ങിന് ഉടക്കമുണ്ടേ. പറഞ്ഞു പോകുന്ന സ്ഥലമേ, പിന്നീട് വളവിന് എന്താ പ്രശ്നമുണ്ടെന്നോ? ഈ വളവൊക്കെ നോക്കി വേണ്ടേ കയറാൻ? കറങ്ങേണ്ടി വരും അല്ലേ?
കൊള്ളാം. തേങ്ങ ഇട്ടില്ല, അവിടെ ചെന്നില്ല, അവിടെ ഉടക്കുണ്ട്. അയ്യോ, ഞാൻ വീഡിയോ നിർത്തി വെക്കട്ടെ. ഇച്ചിരി പേരെ പിടിക്കേണ്ട പരിപാടിയാ കേട്ടോ.